ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Sneha Koodu. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഫിഷ് കറിയാണ്. എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഫിഷ് കറിക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം, എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു സവാള ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ ഇത് നമുക്ക് വഴറ്റി കൊടുക്കാം. തക്കാളിയും എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫിഷിനുള്ള മസാല മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതൊരു മൺചട്ടി തന്നെ യൂസ് ചെയ്യണം, എന്നാലേ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം കറിവേപ്പില, 4 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമുള്ള നല്ല ചൂടുവെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. നമ്മുടെ ഫിഷിന്റെ ഗ്രേവി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി 1/2 കിലോ ഫിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഫിഷാണ്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഇതൊന്ന് മൂടി ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെറൈറ്റി ടേസ്റ്റിലുള്ള ഫിഷ് കറി എന്തായെന്ന് ഒന്ന് തുറന്നു നോക്കാം. നല്ല അടിപൊളിയായിട്ട് ഗ്രേവി എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതൊന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഞാനിവിടെ മോദ ഫിഷ് യൂസ് ചെയ്തിട്ടാണ് ഈ കറി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഫിഷ് കറിയേക്കാളും വളരെയധികം സ്വാദാണ്. ഒരു തവണയെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫൈനലി നമ്മൾ ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അസാധ്യ ടേസ്റ്റിലുള്ള വെറൈറ്റി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ അസാധ്യ ടേസ്റ്റിലുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റൈലിലേ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുള്ളൂ. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.